ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ പർച്ചേസാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഹരിപ്പാട് ഡാണാപ്പടിയിലുള്ള വെറൈറ്റി ഫാമിലി ഷോപ്പിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഷോപ്പിലേക്ക് എത്താറായിട്ടുണ്ട്. നമ്മുടെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഡാണാപ്പടി ഹുദ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ്. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് വേറെ ഉണ്ട് നമ്മുടെ ബോയ്സ് സ്കൂളിനടുത്ത്, ഹരിപ്പാട് ബോയ്സ് സ്കൂളിനടുത്ത്. നമുക്ക് സൗകര്യം ഇതായതുകൊണ്ടാണ് നമ്മൾ നേരെ ഇവിടോട്ട് വന്നത്. നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ ബുക്കും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അതൊരു സൗകര്യമുള്ള കാര്യമായിരുന്നു കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ ബുക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ അടുക്ക തന്നെ ഉണ്ട്. നമുക്കത് ആദ്യം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബുക്കെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ബുക്കും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊതിയാനുള്ള പേപ്പർ വേണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ ഏത് പേപ്പറാണ് വേണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ശിവ. അവൻ പറയുന്നത് ഇത് വേണം, ആ കളർ വേണം, മറ്റേ കളർ വേണ്ട എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അവർ തന്നെ എടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. കാരണം പിള്ളേരല്ലേ സ്കൂളിൽ ബുക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവർ തന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കട്ടെ. അങ്ങനെ അവസാനം അവർ തമ്മിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബോട്ടിൽ സെക്ഷനിലേക്കാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പേര് പോലെ തന്നെ വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മളവിടെ നിന്ന് ബോട്ടിൽസും കാര്യങ്ങളെല്ലാം നോക്കി. ബോട്ടിൽസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പെൺകുട്ടികൾക്ക് പറ്റിയ നല്ല നല്ല പൗച്ചുകളുണ്ട് കേട്ടോ. ആൺകുട്ടികൾ കൂടുതൽ ഉപയോഗിക്കുന്നതും ബോക്സുകളല്ലേ. അപ്പം അത് നമുക്കതിൻ്റെ പൗച്ചുകളുടെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ബോക്സാണ് വേണ്ടത്. ബോക്സൊക്കെ ഫസ്റ്റ് ഫ്ലോറിലാണെന്നാണ് പറഞ്ഞത്. നമുക്കത് ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പോകാം. ബാക്കിയുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഫുള്ള് താഴെയാണ് കേട്ടോ. നമ്മുടെ പെൻസില്, റബ്ബർ, കട്ടർ, സ്കെയില്, ഈ ബുക്ക് പൊതിയുന്ന ഐറ്റംസ് അതെല്ലാം താഴെയാണ്. സ്റ്റേഷനറി ഐറ്റംസ് ഫുള്ള് അവിടെയാണ്. നമ്മൾ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോകാമെന്ന് കരുതി. ശിവ ഇവിടെ താഴെ വിട്ട് വന്ന് നിന്നിട്ട് മറ്റേ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടല്ലോ, സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്, കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന പാത്രങ്ങൾ. അതൊക്കെ നോക്കി. നമ്മൾ കറിയൊന്നും കൊണ്ടുവന്ന പാത്രം മേടിച്ചില്ല കേട്ടോ. കാരണം കൂടുതലും ശിവയാണെങ്കിൽ സ്കൂളിൽ നിന്നുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് കൊടുത്ത് വിടത്തില്ല. അപ്പോൾ നമുക്ക് ആ പാത്രത്തിൻ്റെ ആവശ്യമില്ല. അവനാണെങ്കിൽ സ്കൂളിലെ ചോറും കറിയുമാണ് അവന് ഏറ്റവും ഇഷ്ടം. അവന് നമ്മളിവിടുന്ന് കൊടുത്തു വിട്ടാലും അവൻ കൊണ്ടുപോകത്തില്ല. അത് മെയിൻ കാര്യമാണ്. ഇപ്പോൾ പിള്ളേരെല്ലാവരുമായിട്ട് കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ അവനവിടെ എല്ലാം കറങ്ങി. അപ്പം എന്തുണ്ട്, അവൻ കണ്ടത് നമ്മുടെ നെയിം സ്ലിപ്പ്. അപ്പോൾ എന്നോട് പറഞ്ഞു നെയിം സ്ലിപ്പ്. ഞാനാണെങ്കിൽ നെയിം സ്ലിപ്പിൻ്റെ കാര്യം മറന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവനത് കണ്ടുപിടിച്ചു. അവൻ അതും എടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ബുക്കിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ, മറ്റേ ചെറിയ ചെറിയ സ്റ്റിക്കർ, അത് ഈ ബുക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒട്ടിക്കാനാണെന്ന് പറഞ്ഞാൽ അതും എടുത്തിട്ടുണ്ട് അളിയൻ. അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കൊണ്ട് തന്നെയാണ് ഈ സാധനം, ഇതും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എടുത്തോ എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും സാധനം വേണോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. അപ്പം അവിടെ നിന്ന് വേറെ എന്തോ വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു കാര്യം മറന്നു പോയതാണ്. അതെന്തോന്ന് ഞാൻ കേട്ടില്ല. ആദ്യമാണ് പോയത്. അതൊക്കെ കഴിഞ്ഞാണ്ട് അവരവരുടെ ലേഡീസ് സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. എന്തോ അത്യാവശ്യം പൊട്ടോ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട്. താഴത്തെ പരിപാടിയൊക്കെ ഒതുക്കി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്നാക്ക് ബോക്സ് നോക്കുവാണ്. സ്നാക്ക് ബോക്സ്, നമ്മുടെ ബാഗ്, സ്കൂൾ ബാഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുവാണ്. അപ്പോൾ സ്നാക്ക് ബോക്സ് ഒരെണ്ണം എടുത്തു. ബാഗാണെങ്കിൽ അവൻ എന്തോ സ്പൈഡർമാൻ്റെ ബാഗൊക്കെ വേണമെന്ന് പറഞ്ഞാണ് വന്നത് തന്നെ. എന്തായാലും ഇവിടെ വന്നപ്പോൾ ആ സാധനം കിട്ടി കേട്ടോ. സ്പൈഡർമാൻ്റെ 2-3 ഡിസൈൻസ് ഉണ്ടായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഒരെണ്ണമാണ് എടുത്തത്. ആ ബാഗും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സ്നാക്ക് ബോക്സും അതുപോലെ എന്തോ ഒരു ചെറിയൊരു സാധനം കൂടെ എടുത്തിട്ടുണ്ട്. ബാഗ് മേടിച്ചപ്പോൾ ഒരു ഹോട്ട് വീൽസിൻ്റെ കാർ ഫ്രീ കിട്ടി കേട്ടോ. ഹോട്ട് വീൽസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ഫേവറേറ്റ് കാറുകളാണ് അതിനകത്തുള്ളതെല്ലാം. നല്ലൊരു കാറാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് ശിവയാണെങ്കിൽ ടോയ് സെക്ഷനിൽ പോയി. നിറയെ പാവക്കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവൻ അതെല്ലാം എടുത്ത് വെച്ചൊന്ന് ചുമ്മാ അതൊക്കെ ഒന്ന് കളിച്ച് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കൊരു ഗിഫ്റ്റ് ഐറ്റം കൂടെ മേടിക്കണമായിരുന്നു. അതെന്തായാലും മേടിച്ചിട്ടുണ്ട്. അതും ഇവിടെ നിന്ന് തന്നെ കിട്ടി കേട്ടോ. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ അതെല്ലാം കഴിഞ്ഞ് താഴോട്ട് പോവുകയാണ്. ശിവ ഇപ്പോഴേ ബാഗ് എടുത്ത് തോളലിട്ടു. അതുമായിട്ട് അവൻ താഴെ ബില്ലടിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബില്ലെല്ലാം അടിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പുറത്തെത്തി കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ വന്നത് ബൈക്കിലായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും സാധനങ്ങൾ മേടിക്കുമെന്ന് കരുതിയില്ല. അതുകൊണ്ട് അളിയനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അളിയൻ വന്ന് കഴിഞ്ഞിട്ട് കാറിൽ കയറ്റാമെന്ന് കരുതി. ഒരു 3-4 കവറുണ്ട് കേട്ടോ. അതിൽ 1-2 ഐറ്റം മറ്റേ ഗിഫ്റ്റ് ഐറ്റത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഇച്ചിരി ഹെവിയാണ്. അതിപ്പം അതെല്ലാം കൂടെ കാറിൽ കയറ്റാമെന്ന് കരുതി. അളിയൻ എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അളിയൻ വന്നു. ഞാൻ ആ ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ചു. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യമുണ്ടല്ലോ, നമുക്ക് എല്ലാ സാധനവും ഇവിടുന്ന് കിട്ടും കേട്ടോ. എനിക്കിനി വേറെ ഒന്നും മേടിക്കാനില്ല. കുഞ്ഞിൻ്റെ സ്കൂളിലേക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചു. ഗിഫ്റ്റിന് മേടിക്കണമായിരുന്നു, അതും മേടിച്ചു. എല്ലാം ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് മേടിക്കാൻ പറ്റി. അതെന്തായാലും ഒരു വലിയ കാര്യമായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു പല കടകളിലേക്ക് കയറണം. അതെന്തായാലും നമുക്കൊരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് എടുത്ത് പറയേണ്ട കാര്യമാണ്. എല്ലാവരും നല്ല രീതിയിൽ നമ്മളോട് നിന്ന് കേട്ടോ. നമ്മുടെ കൂടെ നിന്ന് നമ്മളോട് അവർ എന്താ വേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അവരായിട്ട് തന്നെ ഓർമ്മിപ്പിച്ചു. ഇത് വേണോ, അത് വേണോ, ഇത് വേണോ. നമ്മൾ മറന്നു പോയാലും അവരായിട്ട് തന്നെ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുന്ന ലാസ്റ്റ് മൊമെൻറ്റിലാണ്. ഇനിയും ആരെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ നേരെ പോവുക. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ കളക്ഷനും ഉണ്ട്. വിലക്കുറവാണ് കേട്ടോ. ഒരുപാട് വിലയൊന്നുമില്ല.
അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് ആൻഡ് ഇതൊക്കെയാണ് നമ്മൾ മേടിച്ച സാധനങ്ങൾ ഗൈസ്. 1-2 സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ മേടിച്ച സാധനങ്ങളാണ് കേട്ടോ. അവിടെ ചെന്ന് കണ്ട് ഓഫറിലൊക്കെ ഇരിക്കുന്ന കണ്ട് മേടിച്ച സാധനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിലൊന്ന് കണ്ട് ഇതാണ് കേട്ടോ, വെജിറ്റബിൾ ചോപ്പർ. അത് നല്ലൊരു ഓഫറിൽ കിട്ടിയതാണ്. പിന്നെ വേണ്ട ഇത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണി കഴുകാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ്. ഇത് കണ്ട് 5 ലിറ്ററാണ് കേട്ടോ. 3 ലിറ്റർ മേടിക്കുമ്പോൾ 2 ലിറ്റർ ഫ്രീ എന്നാണ്. 5 ലിറ്റർ സാധനമാണ്. വെറും 289 രൂപയ്ക്കാണ് നമ്മൾ കിട്ടിയത്. അപ്പം തന്നെ അത് മേടിച്ചു. പിന്നെ ഈ ഒരു സാധനം നമ്മുടെ ബാഗിൽ കിടന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാനിത് മേടിച്ചില്ലല്ലോ. പിന്നെയാണ് ആലോചിച്ചത് അത് ഫ്രീ ഗിഫ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ ഗിഫ്റ്റും കിട്ടി. അത് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഇതാണ് ശിവയുടെ ബാഗ്. അവൻ ഉദ്ദേശിച്ച സ്പൈഡർമാൻ്റെ ബാഗ് തന്നെ എന്തായാലും കിട്ടി ഗൈസ്. ഇതാണ് എൻ്റെ ബോക്സ്. പിന്നെ ഇതാണ് എൻ്റെ രണ്ടാമത്തെ ബോക്സ്. ഇത് പിന്നെ ടിഫിൻ ബോക്സ്, സ്റ്റിക്കേഴ്സ് നമ്മുടെ ബുക്കിലൊക്കെ ഇപ്പോൾ ഇത് മുതൽ ബുക്കാണ്. ഇത് നമ്മുടെ അമൻജേസിൻ്റെ പെൻസിൽസാണ്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.